അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിട്ട് ഇത്ര നേരം വെളുക്കുമ്പോഴൊരു വീഡിയോ എടുക്കണത്, ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേജുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേജുവിന് നല്ല വയസ്സ് പറയാൻ പാടില്ല അല്ലേ. പിന്നെ നമ്മുടെ തേജുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അവർ അമ്പലത്തിൽ പോകണം, അതിന് മുന്നേ കുറച്ച് പണികളൊക്കെ തീർക്കാണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഞാൻ ഒന്ന് ബ്രഷ് ആവുക. അതിന് മുന്നേ ഞാൻ വിചാരിക്കണതേ അടിച്ചോരി തുടച്ചിട്ട് കുളിക്കാമെന്നാണ് വിചാരിക്കണം. അല്ലെങ്കിൽ കിച്ചണിൽ കയറി പിന്നെ അടിച്ചോരി തുടച്ച് ആകെ ഒരു ഇതാവും. എന്തായാലും കുളിച്ചിട്ട് ഫുഡ് വയ്ക്കണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ അടിച്ചോരി തുടച്ച് ഞാൻ ആകെ ഉഷ്ണിക്കും. അപ്പോൾ അടിച്ചോരി തുടച്ചിട്ട് കുളിച്ചിട്ട് കിച്ചണിൽ കയറണുള്ളൂ. ഇപ്പോൾ 5:45 കേട്ടോ. പക്ഷേ നേരം വെളുത്തേക്കണം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 5:45 5:50 കേട്ടോ. പക്ഷെ നേരം വെളുത്തോളേക്കും ഇത്ര വേഗം നേരം വെളുക്കണ പോലെ. ഓക്കെ ഗൈസ്, ഞാനിനി വേഗം ബാക്കി പണികളിലേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് നേരെ കിച്ചണിൽ കയറും. നല്ല ചൂടാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം സമയം 6:50 5:50 എണിച്ച ആളാ ഞാൻ. ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെ വേഗം അടിച്ച് തുടച്ച് കുളിച്ച് എല്ലാതും കൂടി സെറ്റാക്കി. ഇനി എന്താ പറയുക, ചോറ് കറി എല്ലാതും ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ല. കാരണം രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണം തേജുവിനെ വിളിച്ചിട്ട്. അപ്പം ചായക്കുള്ളത് പിന്നെ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നത്. ഉപ്പേരിയാണ് എന്തെങ്കിലും ഒന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പം അങ്ങനെ നോക്കാം. ഞാൻ വേഗം വിളക്ക് കൊടുത്തിട്ടെ കേട്ടോ. അവിടെ വായന കേൾക്കാണ്ടോ നിങ്ങൾക്ക്? വായന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 6:50 6:15 വായന തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം 7 മണിയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബാണ് സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ വിളക്ക് കൊടുത്തിട്ടെ. അങ്ങനെ വേഗത വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തി ഇനി ഞാൻ നേരെ കിച്ചണിൽ കയറട്ടെ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നേരം വെളുക്കുന്നുണ്ട്. 5:30 കഴിയുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചിങ്ങനെ വന്നു തുടങ്ങും. പക്ഷെ രാത്രിയാണെങ്കിലോ കുറേ കഴിഞ്ഞിട്ടാണ് ഇരുട്ടാവണതും. സൂര്യൻ പോവാൻ നല്ല വൈകുന്നുണ്ട് കേട്ടോ. വരാൻ വേഗം വരും, പോക്ക് കുറച്ച് വൈകിട്ടാണ്. ആ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് നേരത്തെ എണിക്കാൻ പറ്റും. കാരണം നമ്മൾ നേരം വെളുത്ത് വെച്ചിട്ട് വേഗം ചാടി എണിക്കുമ്പോൾ നേരം ആവണേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഈ ഒരു നേരത്ത്. ഇതുണ്ടല്ലോ, ഞാൻ ഇന്നലെ ഒരു കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള സാമ്പ്രാണിയാണ്. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ കേട്ടോ. ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമൊക്കെ വാങ്ങുന്നത്. ഇത് അമ്പലത്തിലെ മണം തോന്നുന്നു. പക്ഷെ ചിലതിന് എനിക്ക് വലിയ ഇഷ്ടമല്ല. ചില മണം ഒന്ന് ഉദ്ദേശിച്ച സ്മെല്ലാണ് ഈ സാധനം. വീട്ടിലേക്ക് പറ്റിയതല്ല. നല്ല മണമാണ്, പക്ഷെ ഇത് ഭയങ്കര കുത്തണ സ്മെല്ല്. ശരിക്കും ഒരു അമ്പലത്തിലേക്കൊക്കെ കയറി ഉണ്ടാവില്ല, ആ ഒരു സ്മെല്ലായിരിക്കും ഇതിന്. പക്ഷെ എനിക്ക് അത്രയും അങ്ങനത്തെ ഒരു സ്മെല്ലിക്ക് വലിയ ഇഷ്ടമാണോ വെച്ചാൽ ഭയങ്കര പുക പിടിച്ച പോലെ തോന്നും. പക്ഷെ ഞാൻ ആ പട്ടാമ്പിന്ന് കാണുന്നില്ലേ, അത് പക്കയാണ്. അങ്ങനെ ഒരു പുക ഫീൽ ഇല്ല. പിന്നെ നല്ല സ്മെൽ, വേറൊരു ടൈപ്പ് സ്മെല്ലും ആയിരിക്കും. ഇതൊന്ന് കത്തിച്ചിട്ടെ കേട്ടോ. ഭയങ്കര ഡാർക്ക് കളർ പുക. പക്ഷെ ഇവിടെ നിന്ന് വെച്ചാൽ പറ്റില്ല. ഇനി വേഗം ചെല്ലാട്ടെ കേട്ടോ. ഞാനിങ്ങനെ ഞാൻ നിന്നാ ഇതിൽ കളയാണ്ട് ഇപ്പോൾ കളയാൻ നിൽക്കുന്നില്ല കേട്ടോ ഞാൻ. അയ്യോ ഭയങ്കര പുക. ഇതിനോട് സെറ്റായിക്കോളും. ഈ വിശേഷ ദിവസങ്ങളിലേ തേങ്ങ ഉടച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതായത് നിമിഷേൻ്റെ അമ്മയൊക്കെ പറയണതാട്ടോ. തേങ്ങ ഉടച്ചിട്ട് തന്നെ പണി തുടങ്ങിയിട്ടോ. ഞാനിത് വിശേഷ ദിവസങ്ങളിലുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്ത് കണ്ട് ശീലമുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ സാമ്പാറിന് പരിപ്പൊക്കെ ഇതേ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ വ്ളോഗ് അങ്ങനെ എടുക്കാമെന്നില്ല കേട്ടോ. കാരണം എനിക്ക് പണി അവിടെ എടുക്കും എൻ്റെ വ്ളോഗ് എടുക്കലും കൂടി ആകുമ്പോൾ. കാരണം ഇത് മൊത്തം ഇന്നൊരു ഡേ ഫുള്ള് എടുക്കും വേണമല്ലോ. അപ്പം പിന്നെ വല്ലാണ്ട് ലേഖ ഉണ്ടാച്ചിട്ട് ഞാൻ ഓവറായിട്ട് എടുക്കാനൊന്നും നിന്നില്ല. ഇന്നലെ തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് സാമ്പാറിനുള്ളതും അതുപോലെ കാബേജ് ഉപ്പേരിക്കുള്ളതും പിന്നെ പയറ് ഓലനൊക്കെ വെക്കാനുള്ളത് വെള്ളത്തിൽ വിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി പതുക്കെ ഞാൻ പണികളിലേക്ക് എടുക്കട്ടെ. കുറച്ച് ദിവസം ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലാണ്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ എനിക്ക് നല്ല വൈകും. അതുകൊണ്ട് ഞാൻ എല്ലാം ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാക്കി എവിടെ വരെ എത്തിന്നുള്ളത്. ക്യാമറ റെഡി ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ. അപ്പം എന്തായാലും സെറ്റ് ആക്കട്ടെ കേട്ടോ. ഫോണിൽ ചാർജ് ചെയ്യാനും വെക്കാനൊക്കെ. അപ്പം എന്തായാലും അതൊന്നും ചെയ്യട്ടെ.
ചോറ് ഞാൻ മറക്കാൻ വെച്ചുട്ടാ. അതെ, ഇവിടെ സാമ്പാറായിട്ടുണ്ട്, പിന്നെ ഇതേ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അത് രണ്ടുമാണ് പായിക്കണത്. പിന്നെ ചോറ് വറക്കാൻ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകണം. ഇനി നിന്നാ അമ്പലത്തിൽ പോകാൻ വൈകും. അപ്പോൾ തേജുവിനെ വെച്ചിട്ട് ഇനി അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ്. ബാക്കിയൊക്കെ വന്നിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. ഇനി വേഗം ഒന്ന് പുറപ്പെടട്ടെ കേട്ടോ. നമ്മുടെ തേജു നീച്ചിട്ടുണ്ട് കേട്ടാ. ഇല്ലേ, ഇന്നെന്താ തേജു? ഇന്നെന്താ തേജുന്റെ പറയുന്നു ഇന്നെന്താ? തേജൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം വയസ്സ് കൂടാൻ വലിയ ചിക്കനാവല്ലേ, അപ്പൊ അതിന്റെ സന്തോഷം ഭയങ്കര ഉണ്ട്. ഓ, അപ്പൊ എനിക്കിനി അടുത്ത വയസ്സായി അങ്ങനെ ചോദിക്കാം. ഇന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സ് കൂടിയല്ലോ. അപ്പോൾ ഇപ്പോൾ പിറന്നാൾ പറഞ്ഞപ്പോഴേ അപ്പോൾ എനിക്ക് വീണ്ടും നെക്സ്റ്റ് അടുത്ത വയസ്സാവും പറയണത് അല്ലേ. ഇപ്പോൾ അവന് 5 വയസ്സാണെങ്കിൽ അവൻ തന്നെ പറയാം കേട്ടോ, അന്നാണ് 6 ആയില്ലേ ബർത്ത്ഡേ എന്ന്, പിന്നെ ഇവന് 7 ആയോ 8 ആയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അത്ര ബോധമുള്ളൂ അല്ലേ. അപ്പോഴത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ പിറന്നാൾ ആശംസകൾ. ആരോടാ? എന്നോട് തന്നെയാ. ഞാൻ ഈ സൈഡിൽ നിൽക്കട്ടെ, കൈ കടയുക. പിറന്നാൾ ആശംസകൾ നമ്മുടെ സ്വത്തിന്. കുളിക്കണ്ടേ? ഇന്നലെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ തേജുവിന്. പിന്നെ തേജുവിന് ഇപ്രാവശ്യം നമ്മൾ വലിയ ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതുവരെ മീൻസ് ഇന്നലെ വരെ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് പുതിയത്, അല്ലാണ്ട് എല്ലാ വർഷത്തിനും പോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കാരണം ഇപ്പം അവനൊന്നിനും കുറവില്ല അല്ലേ തേജു. പിന്നെ നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവൻ്റെ കണ്ണ് പൊടി ഇടാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അവൻ്റെ അടുത്ത് ആയാലും മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേജുവിന് ഇപ്പം എല്ലാതും ഉണ്ടില്ലേ, സൈക്കിളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റഡി ടേബിൾ അവന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. പിന്നെ കാറുണ്ട്, കളിക്കാൻ അവന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പിറന്നാളായിട്ട് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് വാങ്ങിയിട്ടില്ല കേട്ടോ പ്രാവശ്യം. ഡ്രസ്സ് ഒരു 3 ജോഡിയല്ലേ എടുത്ത്, ഒരു പാൻറ്റും 2 ഷർട്ടും 1 ടീഷർട്ടും അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ. വേറെ പ്രത്യേകിച്ച് അവന് വേറെ എക്സ്ട്രാ മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പല്ലേക്കും അമ്മ വരാം കേട്ടാ, കുളിപ്പിച്ചു തരാം, നമ്മ കുളിപ്പിച്ചു തരാം. അപ്പോൾ വേറെ നമ്മൾ എക്സ്ട്രാ അവനൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ അവൻ ഒരു സാധനം പറഞ്ഞിരുന്നു, വേറെ ഒന്നല്ല, അവന് ബൈക്ക് വേണമെന്ന് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. വീഡിയോയിൽ ഇങ്ങനെ ഓരോരുത്തർ ബൈക്കൊക്കെ ഓടിക്കുന്ന കാണുമ്പോഴേ, അപ്പോൾ ബൈക്ക് വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിരുന്നു, വാങ്ങണോ വാങ്ങണ്ടേ. കാരണം ഇപ്പം സൈക്കിളും കാര്യങ്ങളായിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവരുടെ അടുത്ത് വെറുതെ പറഞ്ഞേ, തേജുവിന് ഇപ്പോൾ ബൈക്കിൻ്റെ ആവശ്യം ശരിക്കും വേണ്ട, ഇപ്പോൾ വേണ്ടാലോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനക്ക് ഒരു ബൈക്ക് എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് ബാഗ് വാങ്ങിയിട്ടുണ്ടല്ലോ 10 പിള്ളേർക്ക്, അപ്പോൾ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഇവന് ബൈക്ക് അന്ന് ഇത്രയും പറയണതല്ല, ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം. ഇവനാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാണെങ്കിലും നമുക്കൊന്ന് അവന് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എപ്പോഴും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് വാങ്ങി കൊടുക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വെക്കാറ്. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ബർത്ത്ഡേക്ക് അവന് ബൈക്ക് എങ്ങാനും വാങ്ങി കൊടുക്കാമെന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് ബാഗ് വാങ്ങിയല്ലോ, അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ അതിലേക്ക് എടുത്തു. ആ എമൗണ്ട് ഫുള്ള് ഞാൻ അതിലേക്ക് എടുത്തു. അപ്പോൾ ഞാൻ തേജുവിൻ്റെ അടുത്ത് വെറുതെ അവനോട് പറഞ്ഞൊന്നുമില്ല, നമ്മുടെ ബുക്കും ബാഗൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു തേജുവിന് വേറെ ഒന്നും ഞങ്ങൾ വാങ്ങണില്ല കേട്ടോ. കാരണം അല്ലാതും ഇല്ലേ. പിന്നെ ബൈക്ക് നമുക്ക് അടുത്ത വർഷം 2ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ട് വാങ്ങാം. ഇപ്പോൾ നമ്മൾ ആ പൈസയ്ക്ക് അമ്മ കുറേ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ബാഗും കൊടയും പെൻസിലും അതൊക്കെ വാങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിറന്നാളിനെ ഗിഫ്റ്റ് അവർക്ക് നമുക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞാക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് പറ്റില്ല, എനിക്ക് വേണം എന്ന് പറയുന്ന വിചാരിച്ചത്. പക്ഷേ കുട്ടി നേരെ ട്വിസ്റ്റ് അടിച്ചു കേട്ടോ. അത് പറഞ്ഞ വഴിക്ക് അത് കുഴപ്പമില്ല, എനിക്ക് പിന്നെ എപ്പോഴേലും വാങ്ങി തന്നാൽ മതി, എനിക്ക് 2ാം ക്ലാസ്സിലെത്തിയിട്ട് ബൈക്ക് വാങ്ങി തന്നാൽ മതി, അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെത്തിയിട്ട് ബൈക്ക് വാങ്ങി തന്നാൽ മതി, എന്നാലും അവന് വീഴുമ്പോൾ കാല് കുത്താൻ പറ്റുള്ളൂ ഇത്ര, അല്ലെങ്കിൽ അവൻ വീണ് പോകുന്നത്. അപ്പോൾ ഓക്കെ കുട്ടി കുഴപ്പമില്ലാണ്. അപ്പോൾ നമ്മുടെ ആ ഗിഫ്റ്റ് എന്ന് പറഞ്ഞില്ലേ പിള്ളേർക്കുള്ള ബാഗും കാര്യങ്ങളൊക്കെ, അതെൻ്റെ ഭാഗ്യമല്ല കേട്ടോ, നമ്മുടെ തേജുട്ടൻ്റെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു വാങ്ങണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ട എന്ന് തോന്നി. അപ്പോൾ പിന്നെ അവനായാലും കുഴപ്പമില്ല, അവനും ഓക്കെയാണ്. ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ബാഗൊക്കെ കൊടുക്കണേന്. അങ്ങനെ ഒരു പുറത്തം നോക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഇരിക്കും. വിൻചാട്ടിന് വർക്കുണ്ട് കേട്ടോ. അപ്പോൾ വിൻചാട്ട് അമ്പലത്തേക്ക് ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ എനിക്ക് കുളിക്കാൻ പോയിട്ടുണ്ട്. തേജുവിനെ കുളിപ്പിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് അവിടെ ദൈവങ്ങൾക്ക് അണിയാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട്, ഡ്രസ്സ് മീൻസ് അതിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ, അത് വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ അവിടെ 4 പേർക്കുള്ള ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് കൊണ്ടു കൊടുക്കണം. തലപ്പാവ് കിട്ടിയില്ല, കമ്മൽ വാങ്ങിയിട്ട് കേട്ടോ ഞാൻ. അവിടെ ഇങ്ങനെ പ്രതിഷ്ഠയ്ക്ക് അണിയിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇത് ഇങ്ങനെ ഞാൻ 1 2 3 4 5 6 ഇത് അമ്പലത്തിലേക്ക് ഭഗവാൻ അണിയാനുള്ളതാണ്. നാളെ രുക്മിണി സ്വയംവരമാണ് നമ്മുടെ അമ്പലത്തിൽ. നാളെ എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇന്ന് എന്തായാലും തേജുവിൻ്റെ പിറന്നാളും കൂടിയല്ല, അപ്പം ഇന്ന് കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ഇതൊന്ന് കൊണ്ട് കൊടുക്കണം. പിന്നെ രാവിലെ തന്നെ ഇത് വിൻഷേട്ടൻ്റെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അമ്മ വേഗം പോവും, വേറെ ഒന്നല്ല, അവിടെ അമ്മമ്മ ഉള്ള കാരണം അമ്മമ്മേനെ നോക്കേണ്ട ഒരു സമയമാണ്, ഇങ്ങനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഇതിലാണ് അമ്മമ്മ എടുക്കണത് കേട്ടോ. അപ്പോൾ അമ്മ വേഗം അമ്മമ്മ എനിക്കണേക്കെ മുന്നേ അമ്പലത്തേക്ക് വന്നിട്ട് ഉണ്ണിക്ക് ഇതേ തേജുവിന് എന്താ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവച്ചു. പിന്നെ വിൻഷേട്ടൻ പോവാട്ടോ, ജോബിന് പോവുകയാണ്. അപ്പോൾ വിൻഷേട്ടൻ ബാത്റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ വിൻഷേട്ടനോടും കൂടി സംസാരിച്ചിട്ട് ഞങ്ങൾ 3 ആളും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടോ. മറ്റേത് വായനയാവുമ്പോൾ എല്ലാ പ്രാവശ്യം അമ്മ വരാറുണ്ട്, പക്ഷേ ഇപ്പം അമ്മമ്മേനെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം അമ്മയ്ക്ക് വായനയ്ക്ക് വരാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമം പറയാം കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അമ്മയ്ക്ക് വിൻഷേട്ടൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ, അതായത് അമ്പലം വായന അതൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ അമ്പലം ഇതൊക്കെ കൂടി കാണുമ്പോൾ അയ്യോ വായനയ്ക്കൊന്നും വരാൻ പറ്റണില്ല, ഒന്നും വന്നിരിക്കാൻ പറ്റണില്ല എന്നൊക്കെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. തിരക്കൊഴിഞ്ഞേക്കണത് വേറെ ഒന്നല്ല കേട്ടോ, ഇതേ ഒരു സമയമായ ചായ കൊടുക്കും, രാവിലെ ചായ ഉണ്ടാവും അമ്പലത്തിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇതേ ചായ കുടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിരക്കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മ കൊടുക്കുന്ന മിഠായി ആട്ടത്, ഇത് തേജു എല്ലാവർക്കും കൊടുക്കാമെന്നും പറഞ്ഞ് കൈ പിടിച്ചേക്കാണ്. പിന്നെ ഞങ്ങൾ റെസീറ്റ് ആക്കി കേട്ടോ, റെസീറ്റും ആക്കി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി നിൽക്കണം നിപ്പാട്ടോ അത്. അപ്പോൾ തേജു ഇത് എല്ലാവർക്കും കൊണ്ട് മിഠായി കൊണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതേ ചെരുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. പിന്നെ ആലിൻ്റെ അവിടെയും കുളത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് പിള്ളേരോളം ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇതേ കൈ നിറച്ച് മിഠായി കൊടുക്കാം കേട്ടോ. 4 പേർക്ക് കൊടുത്തപ്പോഴേക്കും ആ പാക്കറ്റിലെ മിഠായി കഴിഞ്ഞു. കാരണം അവ ഇങ്ങനെ കൈ നിറച്ച് കൊടുക്കല്ലേ, പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇനി വീട്ടിൽ നിന്ന് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിതേ വീട്ടിലേക്ക് നടക്കാം. അപ്പം നമ്മുടെ അപ്പുറത്തെ കേശു ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. കേശു ഞങ്ങളുടെ കൂടെ ഇതേ പോകുന്നു, അവനപ്പോൾ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴേ. അപ്പോൾ തേജുവിനാണെങ്കിൽ മിഠായി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് അമ്മേതിക്ക് വേണം പറഞ്ഞിട്ട് എൻ്റെക്ക് തന്നേക്കാണ്. പിന്നെ ഞങ്ങൾ വീടെത്തിയപ്പോൾ വിൻഷേട്ടൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വിൻഷേട്ടൻ എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാം, അപ്പോൾ കുറച്ച് നേരത്തെ പോയിട്ട് വർക്കൊക്കെ കഴിച്ച് ഒന്ന് ഒതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ വിൻഷേട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതേ പോവാണ്, അമ്മമ്മ എനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. പിന്നെ അമ്മയുടെ പല്ല് പറിച്ചിട്ട് പല്ല് വെച്ചിട്ടുണ്ട്, സെറ്റ് പല്ല് ഫ്രണ്ടിൽ. അപ്പോൾ വിൻഷേട്ടൻ അത് പറഞ്ഞ് കളിയേക്കുമ്പോൾ മുഖം മാറി വേറെ ആരോ പോലെ ഉണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ എന്തായാലും വിൻഷേട്ടൻ പോണ വഴിക്ക് അമ്മേനെ വീട്ടിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേ അമ്മ തേജുനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇതിന് വീട്ടിലേക്ക് പോവാട്ടോ. പിന്നെ ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട് വിൻഷേട്ടൻ്റെ വീട് എവിടെയാണ്, വിൻഷേട്ടൻ്റെ വീട് എവിടെ, ദൂരെയാണോന്ന്. ദൂരത്തൊന്നും അല്ല, നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയ വിൻഷേട്ടൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ ഇതേ പോണ വഴിക്ക് വിൻഷേട്ടൻ ഇന്നിപ്പം അത് കൂടെ തന്നെ പോവാം, വിൻഷേട്ടൻ്റെ വീടിൻ്റെ അത് തന്നെ ഞാൻ പോവുക. അപ്പോൾ പോണ വഴിക്ക് അമ്മേനെ വീട്ടിലിറക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ അമ്മയും കൊണ്ട് ഇതിന് വിൻഷേട്ടൻ പോയി. ഞാനും തേജും പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പണികൾ തീർത്ത് വയ്ക്കാണ്ട്. വിൻഷേട്ടൻ പോയിട്ടോ. ആ അച്ഛമ്മ വാങ്ങി കൊടുത്തിട്ട് അച്ഛമ്മ വാങ്ങിക്കൊടുന്ന ഡ്രസ്സ് കാണിക്കുന്നിട്ട് മിഠായി എടുക്കാം. ആ ഡ്രസ്സ് കാണിക്കും. ആ ഇത് വലിയതാ, തിരിച്ചു പിടിക്ക്. ഇന്നലെ ബ്ലാക്കിന് വാശി പിടിച്ച ആളാട്ടോ തേജു. ഇങ്ങനെ വെക്ക്. വലിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ട്രൗസറാ അത് നല്ലതാ. ട്രൗസർ പാൻറ്റല്ല, ട്രൗസറാ, നല്ല ട്രൗസറാ. അപ്പൊ തേജുവിന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. തേജുവിന് ഇപ്പൊ ധൃതി എന്താ വെച്ചാൽ അവന്റെ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കണം. അമ്പലത്തിൽ നിന്ന് എല്ലാവർക്കും കയ്യിൽ വാരി കൊടുത്തു കേട്ടോ. എന്നിട്ട് അവൻ പറയാ കഴിയാറായപ്പോളേ ഇതൊക്കെ ഇഷ്ടമുള്ള മിഠായി അമ്മേ, ഇതൊക്കെ ഇഷ്ടമുള്ള മിഠായിയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ വീട്ടിൽ വാങ്ങിയിട്ടുള്ള മിഠായി എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാച്ചു. നമുക്കിത് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ വരാം. ആ കൊടുത്തിട്ട് നമുക്ക് കടയിൽ പോവാം. എനിക്ക് കടയിൽ നിന്ന് 1-2 സാധനങ്ങളും കൂടി വാങ്ങാണ്ട്. അപ്പോൾ അത് വാങ്ങി വന്നിട്ട് ഇനി ബാക്കി എന്തെങ്ങനെ പൊട്ടിക്കണ്, നേരത്തെ ഇങ്ങനെ പൊട്ടിച്ചില്ല. ഇങ്ങനെ പിടിച്ച് പോണ്ട, കയ്യിൽ പിടിച്ചിട്ട് പോവാ. കവറിലിട്ടിട്ട് കൊടുക്കാം. വയസ്സിന് വന്നിട്ട് വേണമെങ്കിൽ ബാക്കി പണി തുടങ്ങണമെങ്കിൽ അമ്മ ചോറായി അതൊന്ന് വാർക്കാൻ വെച്ചിട്ട് വരാട്ടെ വേഗം. അപ്പോഴേക്ക് അതിൽ സെറ്റ് ചെയ്യേ. പിന്നെ തേജു നേരെ അവൻ്റെ ഫ്രണ്ട്സിനെ അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ഫ്രണ്ട്സിനെ മിഠായി കൊടുക്കാൻ പോയിക്കാണ്. ഞങ്ങൾ കടയിലേക്കാട്ട പോണത്. എനിക്ക് കുറച്ച് സാധനം വാങ്ങാണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സാധനം പോണ് കണ്ടത്. ഇത് പാമ്പാണോ വെച്ച് എനിക്ക് അറിയണില്ല കേട്ടോ. മണ്ണീരാവും. പക്ഷെ മണ്ണീരല്ല, എനിക്ക് പാമ്പ് പോലെ തോന്നി. അതിൻ്റെ ഉള്ളിൽ പോയി ഞാൻ കുറേ അവിടെ ചവിട്ടി കുത്തി നോക്കി, പക്ഷെ സാധനത്തിന് പിന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു, പക്ഷെ കണ്ടില്ല. അത് എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ. പിന്നെ തേജുവിൻ്റെ മിച്ചു ചേട്ടനും നിവേദനമൊക്കെ ഇതേ മിഠായി കൊടുക്കാൻ പോയി. പിന്നെ ഞങ്ങൾ കടയിൽ പോകട്ടെ നേരെ ചെയ്തത്. ഞാൻ എന്താ പറയാ അവിയലിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടാ. ചൂടെടുത്തൊരു വിദ്ധായി. അപ്പൊ ഇനി
പണിയോട് തുടങ്ങണം. അതിന് മുന്നേ തേജപ്പൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് വേഗം പോസ്റ്റ് ചെയ്യണം. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കിച്ചണിൽ കയറണുള്ളൂ കേട്ടോ. പിന്നെ അപ്പം കാണാതെ ഇവിടെ തേജ് അച്ഛമ്മ കൊടുത്ത ഡ്രസ്സ് ഇട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അമ്പോ സൂപ്പർ സൂപ്പർ സെറ്റ്, അടിപൊളി. എന്താ സ്റ്റൈല് ഇട്ടപ്പോ ഇഷ്ടായ? എത്ര ഡ്രസ്സാ പുതിയത്? അടിപൊളിയായില്ലേ ഡ്രസ്സ്? നല്ല ഭംഗിയുണ്ട്, സെറ്റായിട്ടുണ്ട്. സെലക്ഷൻ അടിപൊളി. പാൻ്റല്ല. പിന്നെ ഇതേ ഉച്ചയായിട്ട് ഞാൻ പിന്നെ വിൻഷേട്ടൻ വന്നപ്പോഴാണ് വീഡിയോ എടുത്തു തുടങ്ങിയത് പിന്നത്തെ. അപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ വിൻഷേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലത്താട്ട വന്നേക്കണത്. അപ്പോൾ ആകെ മൊത്തം തലയും മുഖമൊക്കെ ഇങ്ങനെ എരിയണു പൊരിയണു എന്നൊക്കെ പറഞ്ഞിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം അഴിച്ച് ഇതേ ഇങ്ങനെ ഇതാവാൻ നോക്കാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടന് അവിടെ വിസിറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ കൈൻ്റെ മുകളിൽ പാമ്പ് വീണു ഇത്രേ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരും കേട്ടാ. എവിടെ നിൽക്കായിരുന്നു എന്നിട്ട് മരത്തിന്റെ മുകളിന്നാ കൈന്റെ മുകളിലേക്ക് ചാടിയോ? എന്നിട്ട് അപ്പൊ ബുള്ളറ്റ് ആരുടെ ആയിരുന്നു? അതാണെങ്കിൽ പാമ്പ് ചാടുക കണ്ട എന്ത് പാമ്പാ? അവിടെ അച്ഛനെ ഓ ഇതെന്ത് പാമ്പാ? ഞാൻ തെറിച്ച് പോണേ. ഭാഗ്യം. പിന്നെ കടിക്കല്ലേ പോ അവിടെ നിന്ന് കളിക്കാൻ നിക്കല്ലേ. ഇത് വണ്ണം വെച്ചിട്ടുള്ള പാമ്പ് കടിച്ചിങ്ങനെയൊന്നല്ല. എന്നിട്ട് പിന്നെ ചേട്ടപ്പ ഡോക്ടറെ കാണാൻ ഇങ്ങോട്ട് വരുമല്ലേ? കടിച്ച വേദനിക്കില്ലേ? എന്താ തേജുവിന് അച്ഛടെ വക സമ്മാനം? നേരെ പിടിക്ക്. തേജുവിന് അച്ഛടെ വക കൊറേ ചോക്ലേറ്റ്. ഇന്നലെ ഞാൻ വാങ്ങിയ ചോക്ലേറ്റ് ഒക്കെ തേജു കഴിച്ചു. ഞാൻ വലിയത് വാങ്ങിയതായിരുന്നു. തേജുവിന് അച്ഛൻ്റെ അമ്മയുടെയും വക ചോക്ലേറ്റ്. ഇത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആയത് ഇവിടെ കൊടുന്ന് വെച്ച്. ഇതിലിതേ അവിയലുണ്ട്, സാമ്പാറുണ്ട്, ഉപ്പേരി ഉണ്ട്, മത്തങ്ങയും പയറും എരിശ്ശേരി. ഇനി ചോറ്, പപ്പടം കാച്ചണുള്ളൂ കേട്ടോ. കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പപ്പടം കാച്ചി വെക്കണം. അതുകൊണ്ട് പായസം വെച്ചാൽ പണി കഴിയുവേ. പപ്പടം കാച്ചിയതിന് ശേഷം ഞാനിതേ നമ്മുടെ പായസം ഉണ്ടാക്കാം കേട്ടോ. പാലടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതെന്താ അമ്പലത്തിൽ ഇപ്പോൾ വായന നടക്കണ കാരണം ഉച്ചത്തെ ഫുഡും പായസവും എല്ലാം അതും അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും അവിടെ നിന്ന് കേട്ടോ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കുറേ വെച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് അപ്പുറത്ത് ഗീതേച്ചിക്കും സുധേച്ചിക്കും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അപ്പോൾ കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ. എല്ലാവരും എന്തായാലും ഇപ്പോൾ ഈ ഒരു 7 ദിവസം അമ്പലത്തിൽ നിന്ന് തന്നെയായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക കേട്ടോ. അങ്ങനെ പായസം ആയാലും അതേ കുറച്ച് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എന്താ പറയുക വിഷുവിന് പായസം വെച്ചിട്ടേ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. പിന്നെ പോകുമ്പോൾ അങ്ങനെ അത് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ കുടിച്ചൂല. അപ്പോൾ പ്രാവശ്യം കുറച്ച് വെച്ചു. ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ വെച്ചിട്ടാട്ടോ. തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അതിൻ്റെ ഇടയിൽ ഇതേ ആര്യ തേജുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിച്ചക്കൻ എന്തോ വേഷം കെട്ടിച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ. പിന്നെ നമ്മുടെ തേജപ്പനെ പിറന്നാൾ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേട്ടോ. അപ്പോൾ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു, പാപ്പൻ്റെയും ഇവരുടെയൊക്കെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം വിളിച്ച് നമ്മുടെ തേജപ്പനെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് എല്ലാവരും ഇതിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. കുഞ്ഞിച്ചക്കനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടാണ്ടല്ലോ അപ്പം അതിനെ നേരിട്ട് കാണാൻ തോന്നും. ഇങ്ങനെ കിടന്ന് നോക്കുമായിരിക്കും, പക്ഷെ അപ്പം നമുക്ക് നേരിട്ട് കാണാൻ തോന്നും കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഇതേ വിൻഷാട്ടിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശ് മറ്റേതിന് പോയേക്കാലോ ട്രെയിനിങ്ങിന്. അപ്പോൾ ആദർശ് ഉണ്ടായിരുന്നില്ല. ബാക്കി ഞങ്ങൾ എല്ലാവരും ഇതേ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ചെക്കനെ ഇതേ ഇങ്ങനെ കളിപ്പിച്ച് കിടക്കുകയാണ്. അച്ഛൻ സ്വത്തുമണി എവിടെയാ? ചെറുപ്പത്തിലങ്ങനെ പറയായിരുന്നു. അച്ഛനെ മുത്തുമണി എവിടെ ആയിരിക്കുമ്പോ ഈ ഇപ്പോഴും ചെറിയ കുട്ടി കേട്ടോ. അച്ഛനെ കുട്ടി ഇപ്പോഴും ചെയ്യുന്നേടേ. വിളക്കെത്ത് വയ്ക്കാൻ നിക്കട്ടോ സൂര്യ.
അപ്പോൾ അതേ ആദ്യം ഞാൻ ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ ഇത് ഇങ്ങനെ വിളമ്പി സെറ്റാക്കിട്ടോ. സത്യം പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും ഒന്നും അറിയില്ല കേട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും അമ്മ അങ്ങനെ ചെയ്യും, ഇപ്പോൾ വിൻഷാൻ്റെ കൂടെ ആയാലും വിൻഷാൻ്റെ അമ്മ ഒക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നോക്കാൻ പോലും പോകാറില്ല കേട്ടോ. അമ്മ അങ്ങനെ വിളക്കൊളത്തൊക്കെ വിളമ്പുമ്പോൾ പോയിരുന്ന് കഴിക്കുക, അത്ര തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി ഒക്കെ സെറ്റാക്കി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതേതുപോലെ ഞാൻ ചോറ് എല്ലാം വിളമ്പിയതിന് ശേഷം വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും അങ്ങനെ കമൻറ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വിളമ്പിയതിന് ശേഷം വിളക്ക് കൊളുത്തണം എന്നിട്ട് ചോറ് വിളമ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ആണെങ്കിൽ ഇതേ അവൻ വിളമ്പാന്ന് എന്നോട് വിളമ്പണ്ട, അവൻ വിളമ്പിക്കോളാൻ പറഞ്ഞിട്ടുള്ള അടിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മ വിളമ്പണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതേ വാങ്ങിക്കൊടുത്ത് ഇതേ ഞാൻ വിളമ്പുകയാണ് കേട്ടോ. ഓലൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ, കുമ്പളങ്ങ കൊണ്ട്. പക്ഷെ അത് ഉണ്ടാക്കിയില്ല. വേറെ പയറ് വേവിച്ചു. പക്ഷെ ഇനി എല്ലാം കൂടിയിട്ട് വേണ്ടത് ഇപ്പോൾ ആരിപ്പോൾ കഴിക്കാനാണ്, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേവിച്ച പയർ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാട്ടോ ചെയ്ത്. ഫ്രിഡ്ജിലല്ല, പുറത്ത് തന്നെ വെച്ചു. ബാക്കി എല്ലാതും ഇതേ ഇങ്ങനെ ഒപ്പിച്ചുണ്ടാക്കിട്ടോ. പായസം, ഉപ്പേരി, എരിശ്ശേരി, പിന്നെന്താ അവിയൽ, സാമ്പാർ, അച്ചാർ, പപ്പടം, ചോറ്, ഇതിങ്ങനെയൊക്കെ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേ വിളക്കൊക്കെ കൊളുത്തി വിളക്കത്ത് വിളമ്പി. ഈ ഒരു ചടങ്ങുണ്ടല്ലോ, ഈ ഒരു രീതി, ഇത് വിൻചേട്ടൻ്റെ ഇവിടുത്തെ നാട്ടിലത്തെയാണ് കേട്ടോ. അതായത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല കേട്ടോ. അതായത് ഇങ്ങനെ ഇല ഇടിച്ചിട്ട് ഇങ്ങനെ ഇപ്പം ഞാൻ ഇട്ടിട്ടില്ലേ എല്ലാം തേജുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇടിച്ചിട്ട് എൻ്റെ നേരെ മുകളിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുത്തിയിട്ടാണ് നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ ചോറ് കഴിപ്പിക്കുക. പക്ഷെ ഇവിടെ വിൻചേട്ടൻ്റെ ഇവിടെ കേട്ടോ, പാലക്കാട്, പട്ടാമ്പി എല്ലാവരും ഇങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഓരോ കാസ്റ്റിലും ഓരോ രീതി ഉണ്ടാവുമല്ലോ, അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെയാണ്, അടുക്കളയിൽ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീതി വെക്കുകയാണൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്ത പോലെ അതിനെയാണ് ഇവിടെ വിളക്കത്ത് വിളമ്പുക പറയുക. ഞാൻ പറയുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ചെയ്ത് കണ്ടിട്ടുള്ള ശീലത്തിൻ്റെ പുറത്താണ് ഞാനിതൊക്കെ ചെയ്തേക്കണത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കണൊക്കെ അടുത്താണ് കേട്ടോ. ഇത് കേക്ക് വാങ്ങാൻ പോവാണ് ഗൈസ്. എന്നെ കൂട്ടുന്നില്ല ഇവർ, എന്നെ കൂട്ടാണ്ട് പോന്നു. ഞാനില്ല, എന്നോട് ചോദിച്ചില്ലല്ലോ ഒന്നും. രണ്ടാളും പോവാ പറഞ്ഞല്ലേ. അവനെ കാണിക്കരുതല്ലോ കേക്ക്. വിൻചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് എടുക്കാൻ പോവാന്ന്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് വരുന്നില്ലേക്ക് മടിയായിട്ട് പോവാട്ടോ. ആകെ വെയ്യേക്ക് രാവിലെ എന്നിട്ട് കുറേ ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ തേജുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അവർ വിളിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴായിരുന്നു ഒരു കേക്ക് വാങ്ങാൻ പോകണത്. അങ്ങനെ അവരോട് ടാറ്റ പറഞ്ഞിട്ട് പിള്ളേർ ഇതേ കേക്ക് വാങ്ങി തിരിച്ച് വന്നു കേട്ടോ. അതിനിടയിലൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ലേ. പെരിങ്ങോട് നിന്നാണ് കേട്ടോ കേക്ക് നമ്മൾ വാങ്ങിയേക്കുന്നത്. ഹാപ്പി കേക്ക്സ് എന്ന് പറയും. ഇവർ ഹോം മെയ്ഡ് ആണ് കേട്ടോ. നമുക്ക് എപ്പോഴും എല്ലാ വിശേഷത്തിനും നമ്മൾ അവിടെ നിന്ന് തന്നെ കേട്ടോ കേക്ക് പറയാറ്. വിൻചേട്ടൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നേക്കണത്. അതായത് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തല്ലേ മൂസിച്ചേട്ടൻ്റെ കൂടെ വേറൊരു പയ്യനും കൂടി ഉണ്ടാവാറുണ്ട്, അവരുടെ കസിൻ. അപ്പോൾ ആളുടെ ഉമ്മച്ചി ഉണ്ടാക്കണതാട്ടോ ഈ കേക്ക്. നമുക്ക് അത്രയും ട്രസ്റ്റാണ്, കാരണം ഹോം മെയ്ഡ് ആണ്. പിന്നെ ഞങ്ങൾക്ക് അറിയുന്നവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും രാവിലെയൊക്കെ ഞങ്ങൾ വിളിച്ച് പറയാട്ടോ. അപ്പോൾ ഇന്ന് തന്നെ വിൻചേട്ടൻ രാവിലെ വിളിച്ച് പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തേജുട്ടൻ്റെ തീം മീൻസ് അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്തേക്കണത്. കാണിച്ചു തരാട്ടോ, അവ ഇതുവരെ കണ്ടിട്ടില്ലേ. പിന്നെ ഇതേ നമ്മൾ കേക്ക് കുറച്ച് നേരത്തെ മുറിച്ചു കേട്ടോ. 5 മണിക്ക് ആകുമ്പോഴേക്കും കേക്ക് മുറിച്ചു. മറ്റേ നമ്മൾ രാത്രി മുറിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ മുറിച്ചിട്ടുണ്ട്. തേജുവിൻ്റെ ഫ്രണ്ട്സൊക്കെ അതേ വന്നിട്ടുണ്ട് കേട്ടോ മുറിക്കാൻ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമുക്കിന്ന് വിൻചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ, അതായത് രാകേഷൻ്റെ അനിയത്തിയുടെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്നത്തെ ഒരു ക്ഷണുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതായത് ഒരു മാരേജിൻ്റെ തലേന്നത്തെ പരിപാടിന് എന്താ പറയുക, ആ ഒരു ഇതിന് പോവാണ്. അപ്പോൾ നമ്മളൊരു 6 മണി 6:30 ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ച്, പക്ഷെ പോകാൻ പറ്റിയില്ല, മഴ കിട്ടിയിട്ട്. അതുകൊണ്ട് പക്ഷെ നമ്മൾ കേക്കൊക്കെ നേരത്തെ മുറിച്ച് എല്ലാം സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുട്ടികളുടെ തീം അനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. കാറും പിന്നെ ഇതേ നമ്മുടെ ഒരു താറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് താറ് കിട്ടിയില്ലേ തോന്നുന്നു, കുഴപ്പമില്ല, റെഡ് താറ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇത് മാംഗോയാ തോന്നുന്നു കേട്ടോ, മാംഗോൻ്റെ ഫ്ലേവർ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും. അതേ കേട്ടോ ഭയങ്കര ക്യൂട്ടായ പോലെ നല്ല ക്യൂട്ടായിട്ട് തന്നെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കാൻ നോക്കുമ്പോഴാട്ടാ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കണത് ഞങ്ങളെ. ശരിയായിട്ടുള്ളൂ, പക്ഷെ എന്തൊരു ഇരുട്ടാ നോക്ക്, നല്ല മഴ. എന്താ കേക്ക് മുറിക്കുമ്പോഴാ ഏതാ
വേറെ ഒന്നും അല്ലാട്ടെന്നല്ല അടാറ് മഴയായിരുന്നു പുറത്ത്. ഞങ്ങൾ ആ സൗണ്ട് കേട്ട് എന്തപ്പോൾ വെച്ചിട്ട് ഓടി പുറത്ത് പോയി നോക്കിയതായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയുടെ കാറ്റും ആ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ഇട്ടിട്ട് പിള്ളേർക്കും തേജും എല്ലാവരും കൂടിയിട്ട് ഇത് കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് അവരുടെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ കുഞ്ഞ കേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഗ്രാൻഡായിട്ട് വലിയ പരിപാടിയൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തേജുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അവൻ്റെ ഫ്രണ്ട്സ് കേക്ക് മുറിക്കുമ്പോൾ വേണമെന്ന്. അപ്പോൾ പിന്നെ അവരേനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേ അവരുടെ വീട്ടിലേക്ക് കൊടുത്തു. പിന്നെ അമ്പലത്തിൽ പരിപാടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് പോവും, പിള്ളേരൊക്കെ അങ്ങോട്ട് പോവും. പിന്നെ വൈകിട്ട് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. അതായത് കൃഷ്ണനൊരു ആദ്യമൊക്കെ വേഷം കെട്ടിയിട്ടേ. അപ്പൊ കേശുവിന് ഇന്ന് കൃഷ്ണവേഷമൊക്കെ കെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനും പോണം. അപ്പൊ എല്ലാവർക്കും ഇതേ കേക്ക് കൊടുത്തിട്ട് അവരിത് അമ്പലത്തിന്റെ ഉള്ളിലല്ല കേട്ടോ പരിപാടി. അമ്പലത്തിന്റെ പുറത്ത് വായന നടക്കില്ല, അവിടെ കേട്ടോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഞായറാഴ്ചത്തോട് കൂടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ പരിപാടി കഴിയൂട്ടാ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി കുറെ നേരം ഇവിടെ നിന്ന് കളിക്കുകയായിട്ട് ചെയ്ത്. പിന്നെ മഴയൊക്കെ നന്നായി കൂടി വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അമ്പലത്തിൽ ഇനി പരിപാടി നടത്താൻ പറ്റില്ല എന്ന് തോന്നി. കാരണം അങ്ങനെ ഇരുട്ടും ഭയങ്കരമായിട്ട് ഇടിമിന്നനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇടിമിന്നുണ്ടെങ്കിൽ ഇവരിവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. അകത്ത് ഭയങ്കര കളി, ബലൂൺ എറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു. ഫാൻ ഓഫ് ചെയ്തിട്ടേക്ക് കിടന്നുണ്ടോ. കാരണം ഈ ബലൂൺ ഇങ്ങനെ പറഞ്ഞിട്ട് ഫാനുമ്പോൾ തട്ടിയിട്ട് ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. പിള്ളേർ പോയപ്പോൾ തേജുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. സന്തോഷിച്ച് അവർ വന്നൂലെ കേക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒരു ഇതുണ്ട്. അപ്പം ഞാൻ കളിയൊക്കെ കിടന്നുട്ടോ. അവൻ്റെ ഫ്രണ്ട്സ് വന്ന് കേക്ക് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാടന്നോട്ട് നമ്മുടെ ആ കേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന വണ്ടി താറില്ലേ, ആ വണ്ടി ഇത് ബ്ലാക്ക് ആണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് നല്ല മാച്ചായിരുന്നു. പക്ഷെ തേജുവിന് റെഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഒരു വണ്ടി മുകളിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ നമുക്ക് ചെയ്താൽ നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ മഴ ഉണ്ടല്ലോ ഇടിമിന്നൽ നല്ല പേടിയാണ്. ഇനി അത് ആ കമ്പി പിടിക്കണ്ട, പ്ലാസ്റ്റിക് പിടിച്ചോ. അപ്പൊ അവിടെ ഷോക്ക് അടിക്കും. ഇടിമിന്നേക്കാണ്ടോ. എനിക്ക് ഫോൺ ഓഫ് ചെയ്യൂട്ടാ. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സമയം 5:45 5:45 പക്ഷെ നല്ല ഇരുട്ട്, നല്ല രസം. ഉമ്മർത്ത് വേണ്ട നല്ല രസം ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ മഴ നോക്കിയിരിക്കാൻ എന്നെ പറയാ സമ്മതിക്കടാ. ഞാൻ അങ്ങനെ പറയുമ്പോ അവ അപ്പുറത്ത് വരുമ്പോ പറയാ നല്ല രസാട്ടോ. ഉമ്മർത്ത് ഇങ്ങനെ മഴ നോക്കിയിരിക്കും. മിൻചേട്ടന് വായ കുളിച്ചിരിക്കുന്നു. മിൻചേട്ടാ അവന്റെ ഫോണിന്റെ ആ ഡിസ്പ്ലേന്റെ അവിടെ ഫ്രണ്ട് പൊട്ടിയിരിക്കുന്നു, ക്ലാരിറ്റി ഇല്ല. അത് ഇവിടെ ഒരു സിഗ്നൽ വീഴുന്നുണ്ട്. അതിന്റെ ഒരു കണ്ടോ, ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അതിന്റെ ഒരു ഇതുണ്ട്. നല്ല രസമുണ്ട് ഇട്ടിരിക്കാൻ. ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭയങ്കര ബോറായില്ല ഫ്രണ്ട് ക്യാമറ. നമുക്ക് നല്ല മഴ, പക്ഷെ നല്ല ചൂടിനൊരു കുറവുമില്ല. അവിടെ വായന നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് കല്യാണത്തിന് പോകണം വൈകിട്ട്. അപ്പം ഞാൻ വായനയ്ക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഇടുവാ നീ ഇടുവാ. തേജുന്റെ മുഖം നോക്കി ഒന്ന് മഴ കാണും. കൊറേ പേര് തേജുവിനെ വിഷ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ പിറന്നാള് പറഞ്ഞിട്ട്. ഉഷ്ണിച്ചിട്ട് ഒന്ന് താങ്ക്സ് പറയും എല്ലാവരോടും. വിഷ് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയും. നേരെ സംസാരിക്കും. ഒരാള് പറയില്ല, അപ്പുറത്ത് അച്ഛനിപ്പുറത്തും പോയി ശരിക്കും പറയാം. എല്ലാവരോടും താങ്ക് യു. അത്ര ഉള്ളൂട്ടാവും. മഴയത്തിറങ്ങണ്ട. നല്ലൊരു ഇടി മിന്നിയപ്പോ ഞങ്ങള് മൂന്നാളും ഇതേ വേഗം അകത്ത് കയറിയിരുന്നു കേട്ടോ. നല്ലോണം ഇടിവാള് മിന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് സൗണ്ടിൽ പൊട്ടണുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് വേഗം കയറി. ഇങ്ങനെ ഇരുട്ടായിട്ട് വരുന്നുണ്ട്. കുറെ നാൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ ഒരു മഴ പെയ്യണത്. ഭയങ്കര ഇരുട്ട് കുത്തി ഇടിവാള് മിന്നി ആകെ. പിന്നെ മുറ്റൊക്കെ ഇതേ കുറച്ച് ക്ലീൻ ആയിട്ട് തന്നെ ഇട കിടക്കണത്, മുന്നത്തെ പോലെയല്ല കേട്ടോ. ആദ്യം മഴക്കാലം എന്ന് പറയുമ്പോൾ പേടിയും പിന്നെ ഒരു ജാതി വിമിഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഈ മഴ ഇങ്ങോട്ട് പെയ്ത് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വരാനേ തോന്നില്ല. ആ ഒരവസ്ഥയിലാണ് കിടന്നിടുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നല്ല രസമായിട്ട്. ഇപ്പൊ ഉമ്മറത്തുനിന്ന് പോരാനും തോന്നുന്നില്ല. പിന്നെ ഞങ്ങള് മാരേജിന് പോവാൻ നോക്കുകയാണ് കേട്ടോ. നിന്നെ നീ ഭംഗിയിട്ടിട്ടില്ലേ പറയട്ടെ. അവിടെ കല്യാണത്തിന് നല്ല നെയ്ച്ചോറ് ചിക്കൻ കറിയോ ഫുഡ് കഴിച്ചോ. വേണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കാന്ന്. അപ്പൊ ഞങ്ങള് നിന്നോട് ആരാ പറഞ്ഞപ്പോ അച്ചോട് ആരാ പറഞ്ഞത്? ചക്കമാരെ വിളിച്ചിട്ടുണ്ടാവില്ല, കുട്ടമാവനോ. അപ്പൊ അങ്ങോട്ട് പോവാണ്. തേജ് മൂടില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വിൻചേട്ടൻ പറഞ്ഞു നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ അവന് നല്ല മൂഡ് വന്നു ഒന്ന് പോവാനുള്ളത്. അവരെ വലിയ മൂഡ് കാട്ടിയിടുന്നില്ല അല്ലേ. അപ്പൊ ഇനി ഞങ്ങള് പോവാൻ നോക്കുകയാണ് കേട്ടോ.
പിന്നെ എനിക്കിനി എന്താണെന്നറിയോ, മുടി ഉണക്കണം. ഇതേ തല നല്ല കുളിച്ച് നന്നായി ഷാമ്പു ഇതാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ പോകണം എൻ്റെ പുലി കേട്ടത്. ഇതൊന്ന് ഉണക്കിയെടുക്കണം. കറണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ഇൻവെർട്ടർ കാരണം ഈ ഒരു പ്ലഗ് മാത്രം ഇവിടെ വർക്കാവുള്ളൂ. ഇനിയിപ്പോൾ ഇൻവെർട്ടറിൽ ഇത് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടേക്ക് ഇനി മൂട്ടി ഒന്ന് ഉണക്കി സെറ്റാക്കി എടുക്കണം ഫസ്റ്റ്. പിന്നെ എന്നിട്ട് പോകാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും മുടിയൊക്കെ സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാവേ. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ഒന്ന് തോർന്നപ്പോഴേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് നേരെ ഇനി മണ്ഡപത്തിക്കാട്ടോ പോണത്. അവിടെ ആട്ടോ പരിപാടി ഉള്ളത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇത് എല്ലാവരും ഓരോരുത്തരായിട്ട് വരണുള്ളൂ. പിന്നെ ഞാനും ഇതേ ഇവിടെ ഇരുന്നോട്ടോ. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ഷോർട്സിൽ ഇടാം കേട്ടോ. ഇത് നമുക്ക് കൊളാബിന് കിട്ടിയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ അതേ കുട്ടേൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു തേജുവിന് കമ്പനിക്ക്. പിന്നെ വിൻഷാട്ടിന് കസാര എടുത്ത് കൊണ്ടുവരണം. എന്താണെന്ന് അറിയാം, നമ്മുടെ തേജുട്ടന് ഇരിക്കാൻ എത്തണില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അത് 2-3 കസാര ഇട്ട് കൊടുത്തപ്പോൾ കുട്ടി അവിടെ സെറ്റ് ആയിട്ടോ സുഖമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. പിന്നെ എൻ്റെ അപ്പുറത്തിരിക്കുന്നത് പൊന്നും സന്ധി ചേച്ചിയാണ് കേട്ടോ. ഇത് വിൻഷാട്ടന്റെ കസിൻ ബ്രദറിന്റെ വൈഫൊക്കെയാണ്. അതായത് വിൻഷാട്ടന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീടില്ലേ, ആ വീട്ടിൽ. പിന്നെ അതേ സ്റ്റേജിൽ പിള്ളേരുടെ നല്ല തകർപ്പും ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ കുട്ടേന്റെ കുട്ടിക്കാണ്. അതായത് വിൻഷാന്റെ ഫ്രണ്ട്സിന്റെ പിള്ളേരൊക്കെയാണ് കേട്ടോ. നമ്മുടെ തേജുവിനെ കുറെ വിളിച്ചു. തേജുവിന് ഭയങ്കര നാണാട്ടാ. പിന്നെ ദേ ഈ ചെറുതിന്റെ കളി നല്ല രസാട്ടോ. ഇത് കുറേ നേരം ഞാൻ നോക്കിയിരുന്നു എന്ത് ഭംഗിയിലാ കളിക്കണെന്ന് അറിയോ. പിന്നെ ആണിതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇനിയും കുറെ നിന്നാൽ വീണ്ടും മഴ പെയ്താൽ ഞങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വേഗത വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.